തെഹ്റാനിൽ സ്ഫോടനം. ഇറാൻ വ്യോമ പ്രതിരോധം ശക്തമാക്കി. ഇറാന് മേൽ ആക്രമണം പുനരാരംഭിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. MCA നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും. MCA, ട്രംപിൽ നിന്നുള്ള അനുമതിക്കായി കാത്തിരിക്കുകയാണ് എന്ന് നെതന്യാഹു പ്രതികരിച്ചിരുന്നു. ഇപ്പോഴിത് ആക്രമണം പുനരാരംഭിച്ചതായും അറിയുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദിവ്യ, ഔദ്യോഗികമായിട്ട് ആക്രമണം പുനരാരംഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ നേതൃത്വം അല്പം മുമ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പ് തെഹ്റാൻ നഗരത്തിൽ ചില സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ട് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആക്ടിവേറ്റ് ആക്കിയതായ റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അത്തരം ഒരു ആക്രമണം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഇപ്പോൾ ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നത്. അല്പം മുമ്പ് US മാധ്യമങ്ങളും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് നിലവിലുള്ള വെടിനിർത്തലിന്റെ ആ സ്റ്റാറ്റസ് കോയിൽ ഒരു മാറ്റവും ഇല്ല, അതായത് ആക്രമണം നടത്തിയതായിട്ടുള്ള യാതൊരു സൂചനയും ഇല്ല എന്ന് അമേരിക്കയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പൊ നിലവിൽ ആക്രമണം പുനരാരംഭിച്ചതായിട്ടുള്ള വാർത്തകൾ ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും നിരാകരിക്കുകയാണ്. പക്ഷേ ഈ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഇറാൻ പ്രവർത്തനക്ഷമമാക്കിയതോടുകൂടി തന്നെ ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $5 കുത്തനെ ഉയർന്നിരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾക്കകമാണ് $5 വർധനവുണ്ടായതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ ആക്രമണം പുനരാരംഭിച്ചതായിട്ടുള്ള ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല. സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിലായിരിക്കും ഒരുപക്ഷെ ഇറാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കി നിർത്തിയതെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം. വെടിനിർത്തൽ നീട്ടിയത് ഒരു നിശ്ചിത സമയത്തേക്കാണ് എന്നാണല്ലോ ട്രംപ് പറഞ്ഞത്. എത്ര വരെയാണ് എന്നതിലൊരു സൂചനയുമില്ലല്ലോ. ഇതുവരെയും ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ട്രംപിന്റെ ഭാഗത്തു നിന്നോ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് ട്രംപിന് മാത്രമേ അറിയൂ എത്ര ദിവസത്തേക്കാണ് ഇത് നീട്ടിയത്, എപ്പോൾ ഇത് അവസാനിക്കും, എപ്പോൾ ആക്രമണം പുനരാരംഭിക്കും എന്നത് സംബന്ധിച്ച് ട്രംപ് മാത്രമാണ് തീരുമാനമെടുക്കേണ്ടതെന്നാണ് തീർച്ചയായിട്ടും. കാരണം ഇത് എത്ര സമയപരിധി അവ്യക്തമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ ചർച്ചകൾക്ക് പൂർണ്ണമായിട്ടും വഴങ്ങാതെ നിൽക്കുകയാണെങ്കിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഔദ്യോഗിക വൃത്തങ്ങൾ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ പരമാവധി ഒരു യുദ്ധം പുനരാരംഭിക്കുന്നതിന് പകരം ഒരു നയതന്ത്ര പ്രശ്നപരിഹാരത്തിനാണ് അമേരിക്ക മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നതെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംശയാസ്പദമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇറാന് പോലും അറിയില്ല ഏത് സമയത്താണ് ട്രംപ് ഈ ഒരു സമയപരിധി നിർണയിച്ചിരിക്കുന്നത് എന്ന്. അത് സംബന്ധിച്ച് അവ്യക്തത തുടരുന്നത് കൊണ്ട് തന്നെ സംഘർഷ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പക്ഷേ അത്ര പൊടുന്നനെ ഒരു ആക്രമണം പുനരാരംഭിക്കുക എന്നതിനർത്ഥം അത് കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധ സാഹചര്യത്തിലേക്കായിരിക്കും പോവുക. അത് ട്രംപ് ആഗ്രഹിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി തീർക്കണമെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കത്തിലൂടെ ട്രംപ് അറിയിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ പ്രായോഗികമായിട്ട് ഏത് സമയം വേണമെങ്കിലും ഈ ഒരു സമയപരിധി വെടിനിർത്തലിന്റെ സമയപരിധി അവസാനിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുമുണ്ട്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഇനിയും അമേരിക്കയുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. തെഹ്റാനിലാണ് സ്ഫോടന ശബ്ദം കേട്ടിരിക്കുന്നത്. ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനം അത് ശക്തമാക്കിയിരിക്കുന്നു. എന്നാൽ ഇറാന് മേൽ ആക്രമണം പുനരാരംഭിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. വിശദാംശങ്ങളാണ് MCA നാസർ നൽകിയത്.